Hi students, welcome to LM Thing. We are doing the revision of Part 9 Model Question Paper 2024. അതായത് 9ാം ഭാഗം റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25 to 28 3 ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം 25ാമത്തെ ചോദ്യം, എ ടോയ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ അറ്റാച്ച്ഡ് ടു എ ഹെമിസ്ഫിയർ, ഇറ്റ്സ് കോമൺ റേഡിയസ് ഈസ് 3 cm ആൻഡ് ടോട്ടൽ ഹൈറ്റ് ഈസ് 17. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടോയ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ടോയ് ആണ്, ഒരു പമ്പരം പോലെ ഇരിക്കുകയാണ്. അതിൻ്റെ അടിയിലത്തെ ഷേപ്പ് നോക്കിക്കേ, എന്താണ്? അടിയിൽ ഹെമിസ്ഫിയറും മുകളിൽ കോണും. അപ്പം കോമൺ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോമൺ റേഡിയസ്. ഇത് വേണ്ട, ഈ ലെങ്തുമാണ് കോമൺ റേഡിയസ്. അത് എത്ര? 3 എന്ന് തന്നിട്ടുണ്ട്. മൊത്തം ഹൈറ്റ് എത്ര? 17. അപ്പം 17 3 പോയി കഴിഞ്ഞാൽ എത്ര? 14. Therefore, height of the cone is equal to 17 minus 3 equal 14. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയി. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇത്രയും എളുപ്പമുള്ള ചോദ്യമാണ് കിട്ടിയിരിക്കുന്നത്. എ. ഇനി അടുത്തത് ബി. വോളിയം ഓഫ് ദ ടോയ്. ഇത് ടോയ് ആണ്. ടോയ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 സോളിഡ്സ്. അപ്പം ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് ടോയ്, അതായത് ഈ ടോയിയുടെ വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ വ്യാപ്തവും കോണിന്റെ വ്യാപ്തവും കൂടി കൂട്ടുന്നതാണ്, അല്ലേ? അപ്പോൾ ഇത് മലയാളത്തിൽ മനസ്സിലായി കാണുമല്ലോ. ഓരോ കളിപ്പാട്ടം വൃത്തസ്തൂപിയെ അർദ്ധഗോളവും കൂട്ടി ചേർത്ത ആകൃതിയിലാണ്. പൊതുവായ ആരം 3 സെന്റിമീറ്ററും ആകെ ഉയരം 17 സെന്റിമീറ്റർ ആണെങ്കിൽ സ്തൂപികയുടെ ഉയരം എത്ര? കളിപ്പാട്ടത്തിന്റെ വ്യാപ്തം എത്ര? വോളിയം ഓഫ് ടോയ്, കളിപ്പാട്ടത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. വോളിയം ഹെമിസ്ഫിയർ എത്രയാണ്? 2/3 πr³ പ്ലസ്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1/3 πr² h ഈക്വൽസ് 2/3 പൈ ഇൻറ്റു, അവിടെ റേഡിയസ് എത്രയാണ്? ഹെമിസ്ഫിയറിന്റെ റേഡിയസ് എത്രയാ? 3 അല്ലേ? 3 ഇൻറ്റു 3³ എന്ന് എഴുതാം, അല്ലേ? പ്ലസ് 1/3 പൈ ആർ, ഇവിടുത്തെ റേഡിയസ് എത്ര? 14 സ്ക്വയർ ഇൻറ്റു, അല്ല, റേഡിയസ് 3 തന്നെയാണ്. ഓക്കെ, റേഡിയസ് 3, ഹൈറ്റ് ആണ് 14. ഇതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് എ പാർട്ട് മായ്ച്ചു. പിന്നെ ബി പാർട്ട്, വോളിയം ഓഫ് ദ ടോയ്. വോളിയം ഓഫ് ദ ടോയ് എന്ന് പറയുമ്പോൾ ഈ 2 സോളിഡിൻ്റെയും കൂടെ വോളിയം ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ്. അതായത് എന്താണ്? ഹെമിസ്ഫിയർ, അതായത് വൃത്തസ്തൂപികയും മറ്റേന്താണ് കോൺ, വൃത്തസ്തൂപികയും അർദ്ധഗോളവും കൂടി കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. വോളിയം ഓഫ് ടോയ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ്, എന്തൊക്കെ ചേർന്നാണ്? ഹെമിസ്ഫിയർ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് എന്താണ്? കോൺ ഈക്വൽസ്, ഇതിന്റെ ഫോർമുല എന്താ? വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് 2/3 πr³ പ്ലസ് 1/3 πr² ഈക്വൽസ് 2/3 പൈ ഇൻറ്റു റേഡിയസ് 3 ആണ്, അല്ലേ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 പ്ലസ് 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? അവിടെയും റേഡിയസ് 3 തന്നെയാണ്, അല്ലേ? 3 ഇൻറ്റു 3 ഇൻറ്റു ഹൈറ്റിനാണ് വ്യത്യാസം എത്ര? 14. അത് ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടുപിടിച്ച്. ഒരു 3 ക്യാൻസൽ ആവും, ഇവിടെ ഒരു 3 ക്യാൻസൽ ആവും. അപ്പോൾ എത്ര കിട്ടും? 2 3 6 3 18 പൈ പ്ലസ് മറ്റേ 14 3 42 പൈ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, മനസ്സിലായി? 26ാമത്തെ ചോദ്യം, ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ എ കമ്പനി സോർട്ടഡ് അക്കോർഡിംഗ് ദ ഡെയിലി വേജസ്. If the daily wages are in ascending order, what will be the assumed wage of 19th worker? 19ാമത്തെ ജോലിക്കാരൻ്റെ
എന്താണ് ദിവസക്കൂലിയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ഫൈൻഡ് ദ മീഡിയൻ വേജ്. അപ്പോൾ നമുക്ക് ടേബിൾ അങ്ങനെ മാറ്റണം. ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ് ടു 900 900 വരെ. പിന്നെ ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിനെ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞത്, അത് ആഡ് ചെയ്ത് എഴുതുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ് ടു 900 വരെ 5 + 7 12. അപ് ടു 1000 വരെ 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ 18 + 10 28 + 15 43 + 2 45. അപ്പോൾ ഓഡ് നമ്പറാണ് കിട്ടിയത്. n = 45 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് അല്ലേ. അപ്പം നമുക്ക് ഇതിനെ n + 1/2 ആണ്. മീഡിയൻ ഈക്വൽസ് n + 1/2 ഇട്ടാം. അപ്പോൾ അത്ര കിട്ടും 45 46. അപ്പം 46/3 23rd ടേം ഇസ് ദ മീഡിയൻ ടേം. അപ്പം മീഡിയൻ ക്ലാസ് ഇവിടെ നോക്കിക്കേ. 23 ഏതിൻ്റെ അകത്ത് വരും? എന്താ ഇതിൻ്റെ അകത്ത് വരും അല്ലേ. നോക്കിക്കേ 28 വരുന്നതാ ഇതിൻ്റെ അകത്ത് വരും. അപ്പം മീഡിയൻ ക്ലാസ് ഏതാ? 1000 to 1200 വരെ ഉള്ളതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പം മീഡിയൻ ക്ലാസ്. അപ്പം ഇനി ഡിഫറൻസ് എത്ര? ഡിഫറൻസ് മീഡിയൻ ക്ലാസ് 28 - 10. ഇവിടെ നോക്കിക്കേ 1200 - 1100 by 28 - 18. ഓക്കെ. മീഡിയൻ ക്ലാസ് മീഡിയൻ MC എഴുതാം. മീഡിയൻ ക്ലാസ് 1100 to 1200. ഡിഫറൻസ് ഈക്വൽസ് ഇവിടെ എന്താണ് 1200 മൈനസ് നമ്മൾ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചാണ് ചെയ്യുന്നത്. 100/28 - 10. അപ്പോൾ 100/10 എത്ര വരും? 10 എന്ന് കിട്ടും. അപ്പോൾ ഡിഫറൻസ് 10 എന്ന് കിട്ടും. അപ്പോൾ 18 കഴിഞ്ഞ് 19th ടേം. 19th ടേം എന്ന് പറഞ്ഞാൽ 18th ടേമിൻ്റെ കൂടെ ഡിയുടെ പകുതി കൂടി കൂട്ടുക. 18th എത്ര? 1100 അപ് ടു ഹയസ്റ്റ് ആണ് എടുക്കണം. 1100 + 10/2. അപ്പോൾ എത്ര കിട്ടും? 1105. അപ്പോൾ 19th ടേം കിട്ടി. നമുക്കിനി അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീഡിയൻ വേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ വേജ് ബി. ഇത് എ പാർട്ടിൻ്റെ ആൻസർ ആണ്. എന്ന് എഴുതാം. ഇനി ബി. അപ്പം 19 കഴിഞ്ഞ് നമുക്ക് 23ാമത്തെ ആളെ കണ്ടുപിടിക്കണ്ട അല്ലേ. x23 ഈക്വൽസ് x18 പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 5D. 18 5 23. അപ്പം 18ാമത്തെ ആളെത്ര? നമ്മൾ 18 കഴിഞ്ഞ് 19ാമത്തെ ആളാണ് കിട്ടിയല്ലേ. അപ്പം 19 കിട്ടിയുണ്ട്. 19 4 23. ഓക്കെ. അപ്പോൾ 19 എത്ര? 1105 + 4 × 10. അപ്പോൾ എത്ര കിട്ടും? 1100. ഇത് 40 40 5 45. ഓക്കെ. അപ്പം നമുക്ക് ബി പാർട്ടിൻ്റെ ആൻസറുമായി മീഡിയൻ വേജ് ഈക്വൽസ് 1145. മീഡിയൻ വേജ് ഷോർട്ടായിട്ട് എഴുതുന്നത് കേട്ടോ. 1145 rupees. ഓക്കെ. അപ്പം 5 മാർക്കിൻ്റെ ചോദ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തെറ്റിക്കാതെ ചെയ്യണമെന്നേ ഉള്ളൂ.